ശ്രീ പി ഹർഷകുമാർ, നമസ്കാരം. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. LDF വളരെ ജാഗ്രതയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം അടിപതറാൻ പാടില്ല എന്നുള്ള മട്ടിൽ. അതുകൊണ്ടാണ് ഒരു വളരെ കരുതൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പിണറായി വിജയൻ പത്തനംതിട്ടയിൽ പറയുകയുണ്ടായി, ആരും സ്വയം പ്രഖ്യാപനം നടത്തണ്ട, പാർട്ടി തീർച്ചപ്പെടുത്തും. സിറ്റിംഗ് സീറ്റുകളിലായാലും ഒക്കെ തന്നെ രാജു അബ്രഹാമിൻ്റെ ഒരു പ്രസ്താവനയെ തുടർന്നാണ് അത്തരത്തിലുള്ള അഭിപ്രായത്തിലേക്ക് കടന്നത്. അപ്പോൾ ഈ ജാഗ്രതയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ പ്രതീക്ഷയാണോ മൂന്നാം വട്ടവും? സംശയമില്ല. കാരണം നമ്മുടെ മുമ്പിൽ 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുണ്ട്. 2014 ശേഷം 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുണ്ട്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇപ്പോൾ നിൽക്കുക നമ്മുടെ മുമ്പിൽ. ഈ 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അതിശക്തമായ മുന്നേറ്റം നടത്തിയത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് തകർന്നടിഞ്ഞു പോയതാണ്. അപ്പോൾ പാർലമെൻറ്റിലെ വോട്ടിൻ്റെ രീതിയല്ല മലയാളി അസംബ്ലിയിലേക്ക് കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇത് തന്നെ 2019 വീണ്ടും ഉണ്ടായി. 2019 എന്താ? 2019 അതിശക്തമായ കൊടുങ്കാറ്റ് പോലെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരെയുണ്ടായി. അല്ല, 2019 2024 ഈ 2024 തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുക. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി വലിയ തിരിച്ചടി നേരിട്ടു എന്ന് പറയുമ്പോൾ തന്നെ 7 ജില്ലാ പഞ്ചായത്ത് ഇപ്പോഴും ഈ വലിയ എല്ലാ ശക്തി. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ 41 കോർപ്പറേഷൻ വാർഡുകളിൽ കോൺഗ്രസിൻ്റെ വോട്ട് 1000 താഴെയാണ്. ചെറിയ കാര്യമല്ല. BJPയുടെ വിജയത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് 41 ഡിവിഷനിൽ 1000 താഴെ വോട്ടാണ്. നേമത്തെ കച്ചവടത്തിൻ്റെ ബാക്കി കച്ചവടം ഇവിടെ നടന്നിട്ടുണ്ട്. പച്ചയായ കച്ചവടമായിരുന്നു. ഇത് കേരളത്തിൽ BJPയുടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിനെക്കാട്ട് വളരെ താഴെ, ഇപ്പോൾ 16% ഇപ്പോൾ BJP നിൽക്കുക കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. വലിയ കുട്ടിക്കൊഴിച്ച് തിരുവനന്തപുരത്തെ ജയം മാത്രമേ ഉള്ളൂ BJPക്ക് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച അതൊന്നുമല്ല. ഇതൊന്നുമല്ലാതെ മറ്റൊരു കാര്യം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് ആയിരുന്നു പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. അറിയാം. ആ വീണ ജോർജിന് പത്തനംതിട്ട വീണ ജോർജിൻ്റെ സ്വന്തം അസംബ്ലി മണ്ഡലമായ ആറന്മുള അസംബ്ലി മണ്ഡലത്തിൽ വീണ ജോർജ് 16,000 വോട്ടുകൾക്കായിരുന്നു പുറകെ പോയത്. 1.5 വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ വീണ ജോർജ് അവിടെ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വീണ ജോർജിന്. അതേപോലെ തന്നെ തിരുവല്ല നിയോജക മണ്ഡലത്തിൽ UDF വലിയ മുന്നേറ്റം നടത്തി. ഞാൻ ഒരു പത്തനംതിട്ട ജില്ലയിലെ മാത്രം ഉദാഹരണം പറയാം. അവിടെ വീണ്ടും മാത്യു ടി തോമസ് 20,000 വോട്ടിൻ്റെ വ്യത്യാസം ജയിച്ചു. റാന്നി BJPയും അതുപോലെ UDFും വലിയ മുന്നേറ്റം നടത്തി. അവിടെ പ്രമോദ് നാരായണൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കോന്നിയിൽ BJPയും UDFും വലിയ സുരേന്ദ്രനായിരുന്നല്ലോ അന്നത്തെ 2019 തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം നടന്ന 2021 തെരഞ്ഞെടുപ്പ് 2021 ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ജനീഷ് കുമാർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ വേറെ, അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വേറെ. ഇനി എന്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന് CPM ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് വേണ്ടവണ്ണം ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റി. ആ വീഴ്ചയെ അതിജീവിക്കാനുള്ള മാർഗങ്ങളിൽ ഭവന സന്ദർശനം ഉൾപ്പെടെ CPM അതിൻ്റെ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് രംഗത്തേക്കാണ് ഇപ്പോൾ. ഈ കാര്യങ്ങൾ കേരളത്തിൽ സമാനതകളില്ലാതെ വന്ന വികസന മുന്നേറ്റം. ഈ വികസന മുന്നേറ്റത്തെ എല്ലാ തരത്തിലും തകർക്കാൻ ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വെച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം, ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലേക്ക് എണ്ണി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും മനസ്സിലാവാത്ത മനുഷ്യനല്ല മലയാളി എന്നുള്ള കാര്യത്തിൽ നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കേരളം മറക്കാൻ പറ്റുമോ? ആശുപത്രിയിൽ ചെന്നാൽ പാവപ്പെട്ടവന് ഡോക്ടറില്ല, മരുന്നില്ല, ലാബില്ല. ഇന്ന് ആശുപത്രികളുടെ ചിത്രം മാറിയില്ലേ? എന്ത് ആക്ഷേപമാണ് ആശുപത്രികളെ പറയാനുള്ള വെച്ചാൽ ഈ സൗകര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വരുന്നില്ല എന്ന പരാതിയല്ലാതെ സൗകര്യങ്ങളില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആശുപത്രികൾ, PH സെൻ്ററുകൾ
രാവിലെ 11 മണിയാകുമ്പോൾ ഡോക്ടർ വന്ന് 11:30 ആകുമ്പോൾ അടച്ചുപൂട്ടി പോകുന്ന PH സെൻ്ററുകൾക്ക് പകരം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ 2 ഡോക്ടർമാർ കുറഞ്ഞത് PH സെൻ്ററുകളിലുണ്ട്. മരുന്നുണ്ട്, ലാബുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. താലൂക്ക് ആശുപത്രി അതുപോലെ മേപ്പോട്ട് മെഡിക്കൽ കോളേജുകളൊക്കെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ കാട്ടി മെച്ചപ്പെടുത്തില്ലേ? പള്ളിക്കൂടങ്ങൾ മാറിയില്ലേ? പള്ളിക്കൂടങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഇടിഞ്ഞു വീഴാറായ പാമ്പ് കയറുന്ന പള്ളിക്കൂടങ്ങൾക്ക് പകരം മികച്ച പള്ളിക്കൂടങ്ങൾ ഉണ്ടായില്ലേ? കേരളത്തിലെ റോഡ് എന്തായിരുന്നു? ഒരു മഴ പെയ്താൽ കുണ്ടും കുഴിയായി ഒലിച്ചു പോകുന്ന റോഡുകൾക്ക് പകരം 10-15 വർഷം ആയുസുള്ള റോഡുകളുണ്ടായില്ലേ? മാറ്റം ചെറുതാണോ? കേരളത്തിലെ റേഷൻ കടയിൽ പോയാൽ ഒരു സാധനം കിട്ടാത്തിരുന്ന കാലത്തു നിന്ന് മാറി ഇന്ന് റേഷൻ കടകൾ സമൃദ്ധമായ സ്ഥലങ്ങളായി മാറിയില്ലേ? ഏത് മേഖലയിലാണ് ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ പറ്റുന്നത്? പിന്നെ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കേന്ദ്ര ഭരണവും എല്ലാം കൂടെ ചേർന്ന് ചുഴലിക്കാറ്റ് പോലെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. അതിനിടയിൽ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ആ മാധ്യമങ്ങളുടെ ദുഷ്പ്രചരണങ്ങളെ അതിജീവിക്കാനുള്ള കുറേ കൂടി ശേഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആർജിക്കേണ്ടതുണ്ട് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ തിരിച്ചടി നല്ല അനുഭവം നമുക്ക് ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർക്ക് സമ്മാനിച്ചതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കും. വി ഷാൽ ഓവർകം എന്ന ആ ദൃഢ വിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കേരളത്തിലെമ്പാടും. അപ്പോൾ ഇതെല്ലാമാണ് മുമ്പോട്ട് നിരത്തുന്നതായ കാര്യങ്ങൾ. അപ്പം ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി ഘടകങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, എപ്പോഴും ഉണ്ടാവും. അതിന് വിശദീകരണവും അതിനെല്ലാം നല്ല കൃത്യമായ വിശദീകരണമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ആദ്യം എന്താ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ സ്വർണം ആര് കട്ടപ്പ മാർക്സിസ്റ്റുകാർ കട്ടപ്പ എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇപ്പൊ സോണിയാഗാന്ധിയുടെ അടുക്കളക്കകത്ത് നിന്ന് നിൽക്കില്ലേ സാധനം? സോണിയാഗാന്ധി എന്താണ് ഈ മോഷ്ടിച്ച പോറ്റിയും വാങ്ങിച്ച പിന്നെ ആളും അതേപോലെ തന്നെ ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി എല്ലാവരും നേരത്തെ അസംബ്ലി പറഞ്ഞതുപോലെ ഒറ്റ ഫ്രെയിമിൽ വന്നത് എവിടെയാണ്? സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. എന്തേ ഇന്ന് വെളിപ്പെട്ടിരിക്കുന്നു 2.5 കോടി രൂപയാണ് ഈ തന്ത്രി തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സിൽ കൊണ്ട് നിക്ഷേപിച്ചത്. അത് ഫിനാൻസിയേഴ്സ് പൊട്ടിപ്പോയതിന്റെ കാര്യം ഇപ്പോൾ വെളി വന്നത്. ആന്റോ ആന്റണി അവിടുന്ന് 2.5 കോടി രൂപ വായ്പ എടുത്ത ഈ തന്ത്രി അവിടെ 2.5 കോടി നിക്ഷേപിച്ചു. കോൺഗ്രസിന്റെ MP ആന്റോ ആന്റണി അവിടുന്ന് 2.5 കോടി വായ്പ എടുത്തു. നെടുമ്പറമ്പിൽ ഫിനാൻസ് പൊട്ടി. SIT അന്വേഷിക്കണ്ടേ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു. ഇതെവിടെയാണ് പോയി നിൽക്കുന്നത്? കോൺഗ്രസ്. ഈ തന്ത്രിയുടെ വീട്ടിൽ, ഈ കേസിലെ മുഴുവൻ പ്രതികളുടെ വീട്ടിലും അതാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു രാഷ്ട്രീയ കള്ളക്കളി. ഈ കേസിലെ മുഴുവൻ പ്രതികളുടെ വീട്ടിലും ED വിട്ടു. എന്തേ തന്ത്രിയുടെ വീട്ടിൽ വിട്ടില്ല? അപ്പൊ ഈ തന്ത്രി ആരാ? BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി ഈ തന്ത്രിയുടെ ഭാര്യ സഹോദരനാ, കോട്ടയത്തുകാരൻ. എന്തേ തന്ത്രിയുടെ വീട്ടിൽ മാത്രം ED വിടാത്തപ്പോൾ BJPയുടെ രാഷ്ട്രീയ കള്ളക്കളി? UDFന്റെ സോണിയാഗാന്ധി സോണിയാഗാന്ധി ആശുപത്രി അഡ്മിറ്റായി കിടക്കുക. എപ്പോൾ ED അല്ല ഈ SIT ചെല്ലുമെന്ന് ഭയപ്പെട്ടാണ് ആശുപത്രി കിടക്കുന്നത് ഞാൻ പറയുന്നില്ല. എന്താ കാര്യമൊന്ന് അന്വേഷിക്കട്ടെ, SIT അന്വേഷിക്കട്ടെ. അവസാനം ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തിനെ പറ്റി ഇപ്പം മിണ്ടുന്നില്ലല്ലോ. ഈ സൂചി തങ്ങളുടെ നേരെ തിരിഞ്ഞപ്പോഴത്തെ ഇപ്പം എല്ലാവർക്കും മിണ്ടാട്ടമില്ലാതായി. കോൺഗ്രസിലേക്ക് കാര്യങ്ങൾ വരികയല്ലേ. അടൂർ പ്രകാശ് അയാൾ കൊടുത്ത പൊതിക്കകത്ത് എന്താണെന്ന് അടൂർ പ്രകാശ് എന്താ പറഞ്ഞത്? ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം വലിയ പ്രത്യേക പൊതിഞ്ഞു കൊടുക്കേണ്ട കാര്യം. ഈന്തപ്പഴം എല്ലാ കാലത്തും അല്ല, ആ വിവാദത്തെ സംബന്ധിച്ചൊക്കെ കേന്ദ്ര EDയും NIA ഒക്കെ അന്വേഷിച്ചല്ലോ പിണറായിയുടെ ഈന്തപ്പഴത്തെ പറ്റി. ഒരു ചെറിയ ഗുരുവെങ്കിലും കണ്ടെത്താൻ പറ്റി ഇതുവരെ. ഇതാണ് സ്ഥിതി. അപ്പോൾ നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ അപവാദ പ്രചരണങ്ങളുടെ കൊടുങ്കാറ്റിനെ അതിജീവിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരും. ഒരു വികസിത കേരളം യാഥാർത്ഥ്യമാക്കുന്ന മുദ്രാവാക്യത്തെ സാർത്ഥകമാക്കാൻ ഇടതുപക്ഷ മുന്നണിക്ക് മാത്രമേ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.